യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. പ്രൈസ് ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിച്ച് അതിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതിനായി സങ്കീർത്തനം 116:12 വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 116:12. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനക്കാരൻ പറയുവാണ്, ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്തപ്പോൾ ദാവീദിന് തോന്നുകയാണ്, ഇതിനൊക്കെ എന്ത് ഞാൻ ദൈവത്തിന് പകരം കൊടുക്കും? എന്തെങ്കിലും പകരം കൊടുക്കുവാൻ എനിക്ക് കഴിയുമോ? എന്തെങ്കിലും പകരം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കിനി അതിന് കഴിയുമോ? ഇതാണ് ദാവീദിൻ്റെ ചിന്ത അവിടെ കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നു. കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നു, ദൈവത്തെ തള്ളിപ്പറയുന്നു, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ദൈവസ്നേഹത്തിന് ആത്മാർത്ഥതയില്ല എന്നാണ്. എന്നാൽ ദൈവം നമ്മളെ അങ്ങനെയല്ല സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരതിരുമില്ല, അതിന് ഒരു ലിമിറ്റുമില്ലാത്ത സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ ദൈവം മനസ്സറിയുന്നു. നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ അവൻ നമ്മോട് ദയ കാണിക്കുന്നു. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ദുഃഖത്തിൽ ദൈവവും ദുഃഖിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ, ആപത്തുകളിൽ, രോഗങ്ങളിൽ എങ്ങനെ ഇനി ഞാൻ മുന്നോട്ട് പോകും എന്ന് പതറുമ്പോൾ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടപ്പോഴൊക്കെയും അവൻ്റെ കരം നമ്മളെയൊക്കെ തൊട്ടിട്ടില്ലേ? നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, നമ്മളെ അവമാനിച്ചവരുടെ മുമ്പിൽ ദൈവം മാനിച്ചിട്ടില്ലേ? നിൻ്റെ വിലാപത്തെ നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം ഒടിപ്പിച്ചില്ലേ? ഒരു വിലയുമില്ലായിരുന്ന നമ്മളെ അവൻ വിലയുള്ളവരാക്കി മാറ്റിയില്ലേ? ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളുടെ ഒക്കെ എന്തോ കണ്ടിട്ടാണ് അവൻ നമ്മളെ വീണ്ടെടുത്തതെന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി ഒരു ചെലവുമില്ലാതെ നമ്മൾക്ക് അവൻ രക്ഷ ഉറപ്പിച്ച് തന്നില്ലേ? ഇപ്പോഴും അവൻ അവൻ്റെ ചിറകിനും കീഴിൽ നമ്മളെ മറച്ചുകൊണ്ട് നടക്കുന്നില്ലേ? നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന് എന്തുമാത്രം കരുതലാണുള്ളത് എന്ന് നമ്മൾ ഓർത്തൊന്ന് നോക്കിക്കുകയും, നമ്മൾ ആഗ്രഹിച്ചിലും നനച്ചതിലും ഒക്കെ ഉപരിയായി അവൻ നമ്മളെ അനുഗ്രഹങ്ങളാൽ നടത്തുന്നില്ലേ? നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങൾ അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവൻ എന്തെല്ലാം കരുതി വയ്ക്കുന്നു. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവൻ അതിനൊക്കെയും ഉത്തരം നൽകുന്നു. ദൈവത്തിൻ്റെ നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ച് വഴി നടത്തുന്നു. എല്ലാത്തിനും ഉപരി അവൻ നമ്മെ നിത്യതയിലേക്ക്, നിത്യജീവൻ തന്നെ നമ്മളോട് കൂടെ വാസം ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഭൂമിയിൽ കിട്ടുന്ന അനുഗ്രഹത്തിനോട് മാത്രമാണ് നോട്ടം. സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. ദൈവത്തിന് നമ്മളോടൊക്കെ സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ
നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ആ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവൻ നമ്മളെ വിടുവിച്ച വിധങ്ങളെ ഓർത്താൽ, സ്നേഹിച്ചതായ വഴികളെ ഓർത്താൽ നമുക്കവനോട് എന്ത് പകരം ചെയ്യുവാൻ കഴിയും? എന്തെങ്കിലും പകരം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പകരം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ഭാവിയിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്ത് പകരം ചെയ്യുവാൻ കഴിയും? ഇതൊക്കെ ആയിരിക്കണം ഒരു ദൈവപദലിൻ്റെ ചിന്തകൾ. അവൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആ നിർവാജ്യ സ്നേഹം, ഒട്ടും കലർപ്പില്ലാത്ത, സ്വാർത്ഥമില്ലാത്ത ആ സ്നേഹത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നു. മത്തായി 22:37 നമ്മൾ വായിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളാൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിലടങ്ങിയിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. ആദ്യം ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് കൂട്ടുകാരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാത്തവൻ കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കും? ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 14:21 നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവത്തിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും അപേക്ഷിച്ചും പ്രാർത്ഥിച്ചും നാം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് നമുക്ക് എന്ത് കൊടുക്കണമെന്ന ചിന്ത നമ്മെ ഭരിക്കാറുണ്ടോ? അതില്ല എങ്കിൽ നമ്മളിൽ ദൈവസ്നേഹമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുള്ള ദൈവ സ്നേഹവും ദൈവിക സ്വഭാവങ്ങളും വെളിപ്പെടുത്താൻ നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയാണ് അത് പ്രകടമാക്കേണ്ടത്. വാക്കുകൾ എത്രമാത്രം മധുരമുള്ളതും അനുകമ്പയുള്ളതും ദയാലുവും തന്നെ ആയാലും പ്രവൃത്തിയിൽ കൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലെ ദൈവികത്വം വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അദൃശ്യനായിരുന്ന നിത്യദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവിൽ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നെന്ന് യേശു പറഞ്ഞു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരിൽ യേശുവിൻ്റെ ആത്മാവുണ്ട്. അങ്ങനെയുള്ളവരിലൂടെ യേശു കർത്താവ് ജീവിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തിയാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. അവരെ ഒരു ദൈവിക മനുഷ്യനെന്ന് നമുക്ക് നിസംശയം പറയുവാൻ നമുക്ക് സാധിക്കും. രക്ഷിക്കപ്പെട്ടവരെല്ലാം യേശുവിൻ്റെ സഹോദരങ്ങളാണ്. എന്നിൽ ക്രിസ്തു വസിക്കുന്നിടത്തോളം ക്രിസ്തുവും ഞാനും ഒന്നാണ് എന്ന് പൗലോസ് പറഞ്ഞു. യേശുവേ, എന്നിൽ ജീവിക്കുവാൻ വേണ്ടി മരണം വരിച്ചവനാണ് യേശു. നീ ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. നിനക്ക് വേണ്ടി ഓടുവാനും പ്രവർത്തിക്കാനും എന്നെ ഒന്ന് സജ്ജമാക്കണമേ എന്ന് വേണം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുക, തമ്മിൽ സ്നേഹിക്കുക, ഇതാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ തന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരങ്ങളെന്ന് പറയുകയുണ്ടായി. നമ്മുടെ യേശു കർത്താവിനെ നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവെപ്പോലെ ആകുവാൻ, യേശുവെപ്പോലെ ജീവിക്കുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, സുവിശേഷം പറയുക, യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യുവാൻ ഉത്തരവാദിത്തമുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ പകരം ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അവൻ്റെ നാമത്തെ ഉയർത്തുക, ഇതൊക്കെ നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് പകരം ദൈവത്തെ നമുക്കും സ്നേഹിക്കുവാൻ കഴിയട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.